ഞാനിപ്പോൾ ഇതിന് ഒരു തവി ഗോതമ്പ് പൊടിയും അതേപോലെ 2 തവി മൈദാമാവുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മൈദാമാവ് മാത്രമായിട്ടും ഗോതമ്പ് പൊടി മാത്രമായിട്ടും എടുക്കാം. ഞാൻ ഇച്ചിരി തിക്നെസ് കിട്ടുന്നതിന് വേണ്ടി ഗോതമ്പ് പൊടി കൂടെ എടുത്തന്നേ ഉള്ളൂ, രണ്ടും കൂടെ എടുത്തന്നേ ഉള്ളൂ. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. 1 ഗ്ലാസ് വെള്ളത്തോടെ ഒഴിക്കുന്നത്, കുഴച്ച് ഇട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നല്ല ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ലേശം വെളിച്ചെണ്ണയും കൂടെ കയ്യിലൊഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ്. മാവ് ഇവിടെ ആവശ്യത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പരുവത്തിന് ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിലാണ് നമ്മൾ മാവ് കുഴയ്ക്കേണ്ടത്. ഇനി നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിലേക്ക് ആ സമയത്ത് നമുക്ക് വേറൊരു ജോലിയുണ്ട്. കുറച്ച് ചക്കയും ഒരു 1/2 ബൗൾ ശർക്കരയും 1/2 ബൗൾ തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചക്ക പാനിലേക്കിട്ട് പരട്ടണം. ചക്ക ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് ഈ തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. ചക്ക ചെറുതായിട്ടാണെങ്കിലും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തേങ്ങയും ഇട്ട് കൊടുക്കാം. അത് സ്റ്റാൻഡിൻ്റെ പിടി ഒടിഞ്ഞു പോയി, മൊബൈൽ ഇരിക്കുന്നില്ല, അതുകൊണ്ട് കയ്യിലാണ് വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഇതൊക്കെ വരും. ആരും വെറുത്ത് കളയരുത്, എല്ലാവരും അങ്ങ് നീക്കി പോവുകയാണ്. ഇതൊക്കെ നല്ല സാധനമാണ്. നമ്മൾ ചക്ക ഇപ്പം മഴ സമയത്ത് കഴിക്കാനൊക്കെ, നേരിട്ട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. അതെല്ലാം കഴിക്കുന്നത് അത്ര എല്ലാവർക്കും ഒന്നും പിടിക്കത്തുമില്ല മഴയായ. ഇപ്പോൾ ചക്ക നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളുണ്ടാക്കി കഴിക്കാം. ഉള്ളവർക്ക്, ചക്കയൊക്കെ വീട്ടിലുള്ളവർക്ക് വെറുതെ പാഴി കളയണ്ട. നല്ലൊരു സാധനമാണ് ഈ ഉണ്ടാക്കാൻ പോണത്. ആവശ്യത്തിന് പെരണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ലപോലെ പെരളുന്നതിനും വരട്ടിയെടുക്കുന്നതിനും കുഴപ്പമില്ല. ഇത് ഈ ചക്ക മിക്സിയിലൊന്ന് അരച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ നമുക്ക് ശരിയാക്കി എടുക്കാമായിരുന്നു, കുറച്ചും കൂടെ നല്ലതുമായിരുന്നു. ഇപ്പം ഞാൻ അരിഞ്ഞ് നേരിട്ടങ്ങ് വരട്ടിയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് തീ ഓഫാക്കിയിട്ട് ഈ മാവ് കുഴച്ച് വെച്ച മാവ് നമുക്കിനി ഉരുളകളാക്കാം. ഇതുപോലെ ഉരുളകളാക്കിയ മിക്സ് ഇത് ഒരു പാത്രത്തിലോട്ട് വെച്ച്, ഇത് എണ്ണ തടവിയ പാത്രമാണ്, നമ്മൾ പരത്തണം. ഇത് വാഴയില പ്ലാസ്റ്റിക് എല്ലാം പരത്തുന്നതാണ് എളുപ്പം. ഞാനിത് പാത്രത്തിലോട്ട് പരത്തിയെന്നേ ഉള്ളൂ. എണ്ണ തടവിയിട്ട്, എണ്ണയോ നെയ്യോ തടവിയിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഈ ഫില്ലിങ് ഇങ്ങനെ കോരി വെച്ച് ഇത് മടക്കി ഉരുട്ടിയെടുക്കണം. നമ്മളിതുപോലെ ഉരുട്ടി പൊതിഞ്ഞെടുത്ത് നമ്മൾ ഇഡ്ഡലി തട്ടിലോട്ട് വയ്ക്കും. പുഴുങ്ങിയെടുക്കാനാണ് ആവി കയറ്റി. ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തത്. ഇഡ്ഡലി മാതിരി ഇരിക്കും. ഇതൊരെണ്ണം കഴിച്ചാൽ മതി. രാത്രി ചോറ് വേണ്ടാത്തവർക്ക്, കുട്ടികൾക്ക് ഇപ്പം മഴയത്തൊക്കെ വലിയ പാടായിരിക്കും ചോറ് കഴിക്കാൻ പലർക്കും. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ രാത്രി ഓരോന്നുണ്ടാക്കുന്നത്. ഇതൊരെണ്ണം മതി. ഇതിപ്പോൾ ചക്കയോടുകൂടി നമ്മൾ ആ ഫില്ലിങ്സ് വിട്ടുപോകാതെ, ഹോളൊന്നും വരരുത് വെക്കുമ്പോഴത്തേക്ക്. ഇത് കോരി കഴിക്കാം. നല്ല സൂപ്പർ സാധനമാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാം കഴിക്കാം. ഇതിനകത്ത് ആ ചക്ക ശർക്കരയും തേങ്ങയായിട്ടൊക്കെ ചേർന്ന് വേറൊരു പ്രത്യേക രുചിയാണ് കിട്ടുന്നത്. താങ്ക് യു. ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.